കട്ടച്ചിറ അക്വാ ലഗൂൺ സ്വിമ്മിംഗ് പൂളിൽ സമ്മർ ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ സൈജു കാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടച്ചിറ അക്വാ ലഗൂൺ സ്വിമ്മിംഗ് പൂളിൽ നടന്ന സമ്മർ ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. സോൾ മന്ത്ര യോഗ ഹബ്ബ് ഡയറക്ടർ ഷൈജു ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ സൈജു കാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടേക്ക് വന്നപ്പോൾ എങ്ങനെ ചാടും, എന്തായിരിക്കും, അങ്ങനെയൊക്കെ മൈൻഡിൽ ഇങ്ങനെ വെപ്രാളം ഉണ്ടായിരുന്നറിയ കുട്ടിക്ക്. ചുമ്മാ വന്നിട്ട് ചാടുകയായിരുന്നു. അല്ല, പേടിച്ചു നിന്നു. കരയിൽ പേടിച്ചു നിന്നു. ഇല്ല. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവിടെ പരിശീലിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അല്ല തരുന്നത്. നിങ്ങളുടെ ധൈര്യത്തിന് അക്വാ ലഗൂൺ തരുന്ന സർട്ടിഫിക്കറ്റാണ് ഇന്ന്. നിങ്ങൾ മിടുക്കരാണ് എന്ന് അക്വാ ലഗൂൺ സമ്മതിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ പേടിയില്ലാത്ത, ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് സ്വിമ്മ് ചെയ്യാൻ കഴിവുള്ള മിടുക്കരാണ് എന്ന് അക്വാ ലഗൂൺ നിങ്ങളെ സർട്ടിഫിക്കറ്റ് തന്ന് സാക്ഷ്യപ്പെടുത്തുക. ഇതിന്റെ പകുതി സർട്ടിഫിക്കറ്റ് അമ്മയ്ക്ക് വെച്ചെന്നുള്ളതാണ്. അവരല്ലേ രാവിലെ കൊണ്ടുപോയിട്ടതും തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നത്. എത്ര നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കാത്തിരുന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയ അമ്മയ്ക്കും അച്ഛനും കൂടെ ഉള്ളതാണ് പകുതി സർട്ടിഫിക്കറ്റ്. പകുതി മാത്രമേ ഉള്ളൂ നിങ്ങളത്. കേട്ടോ, പകുതി ആരുടെയാണ്? പകുതി സർട്ടിഫിക്കറ്റ് ആരുടെയാണ്? അച്ഛൻ്റെ അമ്മയാണ്. പകുതി ആരുടാ? നിങ്ങൾ. ഒരു ഫാമിലി ചേർന്ന ഒരു പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ 1.5 മാസമായിട്ട് നടന്നത്. എന്തായാലും ഒരുപാട് കുട്ടികൾ ഫോണിന് അഡിക്റ്റായി അല്ലെങ്കിൽ മറ്റ് ലഹരി സാധനങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം. മാസത്തിന് മുമ്പ് പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലൂടെ നമ്മുടെ നാടിന് സമർപ്പിച്ച അക്വാ ലഗൂൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു അന്ന് നമ്മൾ ഇനാഗ്രേഷൻ സമയത്ത് അതിന്റെ MD അന്ന് അശോക് ചേച്ചി നമ്മളോട് പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യത്തെ ചുവട് നമ്മൾ ഇന്ന് അഭിമാനപൂർവ്വം ഇവിടെ വെക്കുകയാണ്. ഏറെ സന്തോഷമുള്ള ഒരു നിമിഷം. കാരണം നമ്മുടെ നാട്ടില് ഒട്ടനവധി ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്ഥാപനം എങ്ങനെയാണ് നടന്നു പോകേണ്ടത്, അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയിട്ടും എല്ലാ പ്രൊഫഷണലിസത്തോടു കൂടിയിട്ട് കൃത്യമായ രൂപത്തിൽ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ്. കുട്ടികളുടെ മൊബൈൽ അമിത ഉപയോഗം, ലഹരി ആഭിമുഖ്യം തുടങ്ങിയ വെല്ലുവിളികൾക്ക് നീന്തൽ പരിശീലനം ഉപകരിക്കുമെന്ന് ഡോക്ടർ സൈജു കാലിദ് പറഞ്ഞു. അക്വാ ലഗൂൺ ഡയറക്ടർ അശ്വതി വിനോദ് സ്വാഗതം പറഞ്ഞു. ആദിത് അനിരുദ്ധൻ, ആര്യ അനിൽകുമാർ, ജോയി തോമസ്, കോച്ച് രാഖി രാജേന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിനോദ് PR കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.